നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും അറിയാലോ, നമ്മളെല്ലാ സിനിമയൊക്കെ കാണുമ്പോൾ ഇവിടെ എല്ലാ വർഷവും ഈ കൂട്ടുകാര് വിജയന്റെ ഫാൻസ് അസോസിയേഷൻ ഇവിടെ വന്ന് നമുക്ക് ഭക്ഷണം നൽകുകയും നമ്മളോടൊപ്പം ആയിരിക്കുകയും ഇവരുടെ സ്നേഹം നമ്മളുമായി പങ്കുവയ്ക്കുകയും ചെയ്യാറുണ്ട്. ഈ അവസരത്തിൽ ഈ ഭക്ഷണവും ഇവരുടെ എല്ലാ പരിപാടികളും സംഘടിപ്പിച്ച ഈ ഫാൻസ് അസോസിയേഷനും ഇതിൻ്റെ കൂട്ടുകാർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഭവനത്തിൻ്റെയും ഇവിടെയുള്ള ഡയറക്ടർ അച്ഛൻ സജിനച്ഛൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും ഇവരുടെ എല്ലാവരുടെയും വിജയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ ആശംസിക്കുകയും ചെയ്യുന്നു. നല്ലൊരു നടനായി, നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനായി വിജയ് എന്നും വാഴട്ടെ എന്ന് ആശംസിക്കുന്നു. തമിഴ് സിനിമാ നടൻ വിജയിയുടെ 50ാം ജന്മദിനം ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടെ ആഘോഷിച്ചു. മലമ്പുഴ ജന്മദിന ആഘോഷങ്ങൾ അടിച്ചുപൊളിച്ച് അനാവശ്യ ചെലവുകൾ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ തമിഴ് സിനിമാ നടൻ വിജയിയുടെ 50ാം പിറന്നാൾ തമിഴകം വെട്രിക്കഴകം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ആഘോഷിച്ചു. മലമ്പുഴ കൃപാസദൻ വൃദ്ധമന്ദിരത്തിൽ പ്രഭാത ഭക്ഷണം നൽകിക്കൊണ്ടാണ് ജന്മദിനാഘോഷ പരിപാടികൾ ആരംഭിച്ചത്. സിസ്റ്റർ സാവിയോ CHF ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലാ പ്രസിഡന്റ് എ കാജ ഹുസൈൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി വി വിനോദ്, വൈസ് പ്രസിഡന്റ് ജി നിസാർ, ട്രഷറർ ജെ ഫൈസൽ, മലമ്പുഴ യൂണിറ്റ് പ്രസിഡന്റ് എസ് ശ്രീവത്സൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആലത്തൂരിൽ വൃക്കരോഗികൾക്ക് ചികിത്സ സഹായം നൽകൽ, കൊല്ലങ്കോട് വൃദ്ധമന്ദിരത്തിലെ അന്തേവാസികൾക്ക് ഉച്ചഭക്ഷണം നൽകൽ, നെന്മാറ പഴയ ഗ്രാമം LN UP സ്കൂളിലെ 50 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യൽ എന്നിവയാണ് ഇന്നത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെന്ന് ജില്ലാ പ്രസിഡന്റ് കാജ ഹുസൈൻ പറഞ്ഞു. ജന്മദിന ആഘോഷവേളയിൽ ഇത്തരത്തിൽ പാവപ്പെട്ടവർക്ക് അന്നദാനവും മറ്റും കൊടുക്കുന്നത് ഏറെ നല്ലതാണെന്നും അഭിപ്രായപ്പെട്ടു. നമസ്കാരം. അപ്പോൾ നമ്മുടെ ദളപതിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ഇന്ന് ഈ കൃപാസദ എന്ന വൃദ്ധസദനത്തിൽ അവർക്ക് ഒരു നേരത്തെ ഫുഡ് കൊടുത്തുകൊണ്ട് ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ്. ഇനി ഇപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ 50ാം പിറന്നാൾ അനുവദിച്ച് ഒരു ചികിത്സാ സഹായമായി ഒരു കിഡ്നി ബാധിച്ചവർക്ക് ഫണ്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് കൊല്ലങ്കോട് വന്നിട്ട് ഇതേപോലുള്ള ഒരു ഓർഫനേജിൽ വന്നിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട്. അതേ കൊല്ലങ്കോട് കഴിഞ്ഞിട്ട് പിന്നെ നെന്മാറ ഭാഗത്ത് വന്നിട്ട് ഇതേപോലെ ചികിത്സാ സഹായമായിട്ടുള്ള ഒരു ധനസഹായം ചെയ്യാൻ പോകുന്നു നെന്മാറ ഭാഗത്ത്. അതുപോലെ നാളേക്ക് വന്നിട്ട് കോരത്തൊടി എന്ന പ്രദേശത്ത് വന്നിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഹൈ ക്യാമ്പ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്.